ക്രിസ്തുവില് എത്രയും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് വിഭൂതി തിരുനാൾ. അതിനാൽ ഒരു പ്രത്യേക രീതിയിൽ നാം ക്രിസ്തുവിൻ്റെ പീഡാസഹന കുരിശുമരണ ഉദ്ധാന രഹസ്യങ്ങളെ ധ്യാനിക്കുകയും ക്രിസ്തുവിനൊപ്പമുള്ള നമ്മുടെ ആത്മീയ യാത്രയും ആരംഭിക്കുകയും ചെയ്യുന്നു. ഈ യാത്ര ഏകദേശം 6 ആഴ്ച നീളും. ചാരം അനുഗ്രഹിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന ശുശ്രൂഷയിൽ നമ്മൾ ഓരോരുത്തരോടും ചോദിക്കപ്പെടുന്ന ചോദ്യം ഇതാണ്: നീ പൊടിയാണ്, പൊടിയിലേക്കാണ് നീ മടങ്ങുന്നത് എന്ന് ഓർക്കുക. വർഷം തോറും നാം ഈ വിശുദ്ധ നോമ്പ് കാലത്തേക്ക് എത്തുന്നു. വർഷം തോറും നന്മയുള്ള ഉദ്ദേശ്യങ്ങൾ നാം തിരഞ്ഞെടുക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ചാരങ്ങളെ വീണ്ടും വിലയിരുത്തി അതിനെക്കുറിച്ച് എന്തെങ്കിലും ചെയ്യാമെന്ന് നിശ്ചയിക്കുന്നു. എന്നാൽ നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങൾക്കും ഇടയിലും എങ്ങനെയോ നാം ആ ചാരങ്ങളെ പിടിച്ചു പറ്റിക്കൊണ്ടിരിക്കുന്നു. ആ ചാരങ്ങളെ ദൈവത്തിന് നാം സമർപ്പിക്കുന്നില്ല. നോമ്പ് കാലത്ത് നമ്മുടെ ജീവിതത്തിലെ ചാരങ്ങളെ ഏറ്റുവാങ്ങി അവയെ തൻ്റെ സൗന്ദര്യമായി മാറ്റിക്കൊടുക്കാൻ ദൈവം കാത്തിരിക്കുന്നു. നാം ആഗ്രഹിക്കുന്ന ഈ ചാരങ്ങൾ കഴിഞ്ഞ വർഷം ഓശാന ഞായർ ദിനത്തിൽ ഉപയോഗിച്ച കുരുത്തോല കത്തിച്ചതിൽ നിന്ന് ലഭിച്ചതാണ്. വിശുദ്ധ നഗരമായ ജെറുസലേമിലേക്ക് ജനക്കൂട്ടത്തിൻ്റെ കയ്യടികളുടെയും പ്രശംസകളുടെയും ഇടയിൽ ക്രിസ്തു വിജയപ്രവേശനം നടത്തിയപ്പോൾ ഉപയോഗിച്ച ആ കുരുത്തോല തീയിൽ കത്തിച്ച് നമ്മുടെ മാനസാന്തരത്തിൻ്റെ ചാരങ്ങളായി മാറുന്നു. വലിയ ആഘോഷത്തോടും പ്രശംസകളോടും കൂടി ആരംഭിച്ച നമ്മുടെ പല പദ്ധതികളും അവസാനം ചാരമായി തീരുന്നില്ലേ? നമ്മുടെ എത്ര ബന്ധങ്ങൾ, പ്രത്യാശകൾ, സ്വപ്നങ്ങൾ അവശിഷ്ടങ്ങളായി നിലംപൊത്തിയിട്ടില്ലേ? നമ്മുടെ ചാരങ്ങൾ നമ്മുടെ ജീവിതത്തിലെ മുറിവേറ്റ ഭാഗങ്ങളാണ്. കാരണം നാം പൊടിയാണ്, നാം വീണ്ടും പൊടിയിലേക്ക് മടങ്ങും. എന്നാൽ നമ്മുടെ ജീവിതത്തിലെ ഈ ചാരങ്ങളെ ഏറ്റുവാങ്ങി അവയെ തൻ്റെ സൗന്ദര്യമായി മാറ്റിക്കൊടുക്കാൻ ദൈവം കാത്തിരിക്കുകയാണ്. അവ നമ്മുടെ നല്ല ഉദ്ദേശങ്ങളുടെ കുരുത്തോലകളിൽ നിന്നുമാണ് ഉണ്ടായതെന്നും വഴിയിലൂടെ നാം ചെയ്ത പിഴവുകളും തെറ്റായ ചുവടുകളും അവയിൽ ചേർന്നിരിക്കുന്നുവെന്നും അവൻ അറിയുന്നു. അങ്ങനെ തന്നെയാണ് ഇന്നത്തെ 1-ാം വായനയിലൂടെ ജോയേൽ പ്രവാചകനും പറഞ്ഞു വയ്ക്കുന്നത്. കർത്താവ് അരുൾ ചെയ്യുന്നു, ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരുവിൻ. നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത്. നിങ്ങളുടെ ദൈവമായ കർത്താവിലേക്ക് മടങ്ങുവിൻ. എന്തെന്നാൽ അവിടുന്ന് ഉദാരമതിയും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ്. നമ്മുടെ ജീവിതത്തിൽ പലയിടത്തും ചാരങ്ങളുണ്ട്. ഈ നോമ്പ് കാലത്ത് അവ ദൈവത്തിന് സമർപ്പിക്കാം. നാം തന്നെ ചെയ്ത മണ്ടത്തരങ്ങളാൽ നമ്മൾ തന്നെ ഉണ്ടാക്കിയ മുറിവുകളാണ് കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവരാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളവ എന്ന് നാം കരുതുന്നു. ഉപവാസത്തിൻ്റെ ഔഷധത്തിൽ ധൈര്യം കണ്ടെത്താം. പ്രാർത്ഥനയുടെ ശക്തിയിലും ദാനധർമ്മത്തിൻ്റെ ആവേശത്തിലും ബലം പ്രാപിക്കാം. പ്രത്യേകിച്ച് ആ ചാരങ്ങളെ വിട്ടയക്കാൻ നമ്മുടെ കൈകൾ തുറക്കാം. ഈസ്റ്റർ അടുത്തു വരുന്നു. അതിനാൽ ദുഃഖഭാരമുള്ള മുഖങ്ങളും കപടഭക്തിയും അർദ്ധമനസ്സുള്ള ശ്രമങ്ങളും വേണ്ടെന്ന് വയ്ക്കാം. കാരണം നാം ക്രൈസ്തവരാണ്. ഭൂമിയിലെ പൊടിയിൽ നിന്ന് ദൈവത്തിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരും ജ്ഞാനസ്നാനത്തിൻ്റെ ജലത്തിൽ വീണ്ടും ജനിച്ചവരാണ്. ഈ ചാരം സ്വീകരിക്കുന്ന നിമിഷത്തിലും ഒരു നാൾ നാം തന്നെ ചാരമാകുന്ന നിമിഷത്തിനുമിടയിൽ നാം എന്താണ് ചെയ്യാൻ പോകുന്നത്? നമ്മുടെ ജീവിതത്തിലെ ചാരങ്ങളെ ദൈവത്തിന് സമർപ്പിച്ച് അവൻ്റെ സൗന്ദര്യം നമ്മുടെ ജീവിതത്തിൽ ഏറ്റുവാങ്ങാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.